നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. സർ, ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം, അതിനുശേഷം രാഹുലിനെതിരെ വളരെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം അത് പല രീതിയിലാണ്. വ്യാജ തിരിച്ചറിയൽ കാർഡ് ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് സ്ത്രീ വിഷയം. ഇപ്പോൾ ഇത്തരത്തിൽ 2 കേസുകൾ രാഹുലിനെതിരെ വന്നിരിക്കുകയാണ്. ഒപ്പം ഇന്നലെ നമ്മൾ കണ്ടതാണ് ഷാഫി പറമ്പിലിനെ പാലക്കാട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞതും ഷാഫി എന്താ പറയുക പുലിയെ പോലെ ഇറങ്ങി അതിനെ പ്രതികരിച്ചതുമൊക്കെ. ഒരു പക്ഷേ ഇതിൽ നിന്നൊക്കെ വായിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റ് ഒരു പക്ഷേ കോൺഗ്രസിലെ മറ്റുള്ള പ്രവർത്തകരെ കൂടി അടിച്ചമർത്താനുള്ള ഡിവൈഎഫ്ഐ CPMൻ്റെ ശ്രമം അതൊരു പക്ഷേ ഇന്നലെ വിഫലമായി എന്നുള്ളതാണ് തിരുവനന്തപുരത്തെ ഇന്നലെ പ്രതിഷേധങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ രാഹുൽ എന്തായാലും ചിലന്തി വലയിൽപ്പെട്ട ഒരു ഇര തന്നെയായിപ്പോയി. പക്ഷേ ഷാഫി അത്തരത്തിൽ പെടുമോ? വളരെ രസകരമായ സംഭവങ്ങളിലൂടെയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം പോകുന്നത്. കേരള രാഷ്ട്രീയത്തിലെ ചില ശ്രദ്ധേയമായ കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ചിരി പൊട്ടും. കാരണം രാഹുൽ മാങ്കൂട്ടം വിഷയം ഒരു രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുകയായിരുന്നു പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അവിടെയാണ് ഒരു ദിവസം മുൻപ് VD സതീശൻ ഒരു ബോംബ് എറിഞ്ഞിരിക്കുന്നത്. ചില കേരളം ഞെട്ടുന്ന വെളിപ്പെടുത്തലുകൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് ഒരു CPI ഉന്നതനെക്കുറിച്ച്. ഒരു സാമ്പിൾ വെടിക്കെട്ട് പോലെ ഇന്നലെ C കൃഷ്ണകുമാറിനെതിരെയുള്ള ഒരു ബോംബ് ചീറ്റിപ്പോയി. പക്ഷേ അത് പിണറായിക്ക് കൊണ്ടു. വരും ദിവസങ്ങളിൽ CPMനെതിരെ അതിശക്തമായ ബോംബാക്രമണം ഉണ്ടാകും. ഏതെങ്കിലും വലിയ വിഷയം കേരളത്തിൽ പൊട്ടും എന്ന പ്രതീതി ഇപ്പോൾ പത്രക്കാർക്കിടയിലുണ്ട്. ഇത് മുൻകൂട്ടി കണ്ട പിണറായി വിജയൻ ആക്രമിച്ച് കളിക്കാൻ തീരുമാനിച്ചു. ഒന്ന്, രാഹുൽ മാങ്കൂട്ടം വിഷയം പാർട്ടി ഏറ്റെടുത്ത് അത് കോൺഗ്രസിൽ വലിയ ഭിന്നത ഉണ്ടാക്കുമെന്നും വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമാകുമെന്നും CPM കണക്കുകൂട്ടി, പിണറായി കണക്കുകൂട്ടി. അത് അത്ര കണ്ട് വളരുന്നില്ല. ഇതിനെ തുടർന്നാണ് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി തന്നെ ചാടി ഗോതയിലിറങ്ങിയത്. മുഖ്യമന്ത്രി വെല്ലുവിളിക്കുകയാണ് പ്രതിപക്ഷ നേതാവിനെ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ. ഏതെങ്കിലും പരാതിക്കാർ കേരളത്തിൽ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ അവരോട് വരാൻ മുഖ്യമന്ത്രി പറയുന്നു. നിങ്ങൾക്ക് വേണ്ട എല്ലാ സംരക്ഷണവും സർക്കാർ കൊടുക്കുമെന്ന വാഗ്ദാനം. അങ്ങനെ ഒരു മുഖ്യമന്ത്രി തന്നെ പരാതിക്കാർക്ക് വേണ്ടിയുള്ള ആഹ്വാനം നടത്തുന്നു. പരാതിക്കാരെ കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തുന്നു. അതിശക്തമായ ഭാഷയിൽ മുഖ്യമന്ത്രി സതീശന് നേർക്ക് ചില വെല്ലുവിളികൾ നടത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കേരളം കണ്ട ഏറ്റവും നികൃഷ്ടനായ ഒരു പെൺവേട്ടക്കാരനായി ചിത്രീകരിക്കുന്നു. ഇതിൽ പരം അപമാനം കോൺഗ്രസ് പാർട്ടിക്കുണ്ടോ എന്ന ചോദ്യം അറിയുന്നു. ആദ്യ ആക്രമണം നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ മണിക്കൂറുകൾക്കകം തിരിച്ചടിച്ചുകൊണ്ട് സതീശൻ ഗോതയിലിറങ്ങി. അത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടമായി കേരളം കാണുന്നതിനിടയിലാണ് വടകരയിലെ സംഭവം. അത് സ്ഥിരം CPM ശൈലിയാണ്. ഒരു വശത്ത് ഭരണത്തിൻ്റെ ഒരു ഊക്കുപയോഗിച്ച് പ്രതിയോഗികളെ പോലീസിനെ വിട്ട് ഭയപ്പെടുത്തുക, പോലീസിനെ കൊണ്ട് കള്ളക്കേസ് എടുപ്പിക്കുക, അവരെ പോലീസിലൂടെ ആക്രമിക്കുക ഒരു വശത്ത്. മറുവശത്ത് സ്വന്തം പാർട്ടി ഗുണ്ടകളെ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരെ തെരുവിലേക്ക് ഇറക്കി വിട്ട് രാഷ്ട്രീയ എതിരാളിയെ വെല്ലുവിളിക്കുക, അവരെ തെരുവിലിട്ട് ആക്രമിക്കുക. ഇത്തരം 2 ശൈലികളാണ് CPM ദുർഘടാവസ്ഥയിൽ പുറത്തെടുക്കുന്നത്. അപ്പോൾ ഇന്നലെ ഒരു വശത്ത് മുഖ്യമന്ത്രി തന്നെ പരസ്യമായി രാഹുലിനെയും പ്രതിപക്ഷ നേതാവിനെയും വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തിറങ്ങുന്നു. മറുവശത്ത് വടകരയിൽ ഷാഫിയുടെ MP വാഹനത്തിന് നേർക്ക് DYFI പ്രവർത്തകർ ആക്രോശവുമായി എടുക്കുന്നു. എന്നാൽ 2ഇടത്തും ഇന്നലെ സാധാരണ പതിവില്ലാത്ത കോൺഗ്രസിൻ്റെ ഒരു കരുത്തുറ്റ മുഖം കണ്ടു. ഒരു വശത്ത് മുഖ്യമന്ത്രിയോട് അതേ നാണയത്തിൽ അതിനേക്കാൾ മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിച്ച് സതീശൻ്റെ പ്രതികരണം. ആദ്യം നിങ്ങൾ എൻ്റെ നേർക്ക് വിരൽ ചൂണ്ടുമ്പോൾ ആ 4 വിരലുകൾ നിങ്ങളുടെ നെഞ്ചിലേക്കാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സതീശൻ ഇന്നലെ പ്രതികരിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പെൺവേട്ടക്കാരനെ ഒളിപ്പിച്ചിരിക്കുന്നു. അങ്ങ് നിയമസഭയിൽ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നിങ്ങളുടെ നിയമസഭാംഗങ്ങൾ അവരാരാണ്? അവരിൽ എത്ര പേർ പെൺവേട്ടക്കാരാണ്? എത്ര പേരുടെ പേരിൽ FIR ഉണ്ട്? ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കാൻ CPMന് കഴിയൂ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്നലെ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് വരെ ഒരു കേസില്ല, ഒരു പോലീസ് കേസില്ല. അതുകൊണ്ടാണ് തെരുവിൽ ഷാഫിയെ നേരിട്ടത്. എന്നാൽ ഷാഫി നെഞ്ചു വിരിച്ചിറങ്ങി. അവിടെ പോലീസ് വാഹനത്തിൽ ഇരിക്കാൻ പറഞ്ഞിട്ടും ഷാഫി കേട്ടില്ല. സാധാരണ ശൈലിയിൽ തന്നെ തെറി വിളിച്ച് ഒരാളുടെ ആത്മവീര്യം കെടുത്താൻ DYFI ശ്രമിക്കുന്നു. പട്ടി നായ എന്നൊക്കെ വിളിച്ച് അവർ ആക്രോശങ്ങൾ മുഴക്കുന്നു. അതിനെതിരെ ഷാഫി പറഞ്ഞു, പട്ടി നായ എന്നൊക്കെ നിങ്ങളങ്ങ് ക്ലിഫ് ഹൗസിൽ പോയി വിളിച്ചാൽ മതി. അവിടെയാണ് യഥാർത്ഥത്തിൽ സ്ത്രീ പീഡകന്മാരെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് എന്ന്. ഇന്ന് യൂത്ത് കോൺഗ്രസ് ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തുന്ന ദൃശ്യങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. കാരണം
വളരെ ഇന്നലെ ആക്രമോത്സുകരായി രാത്രിയിലും അത്രയധികം ഇത്ര 10,000-കണക്കിന് എനിക്കൊന്നും അത്രയും ജനങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നു. ആക്രമോത്സുകരായി യൂത്ത് കോൺഗ്രസ് ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയോ സതീശൻ വെല്ലുവിളിച്ചത് എവിടെ രാഹുലിനെതിരെയുള്ളൊരു കേസ് എന്നാണ്, എവിടെ ഒരു പരാതിക്കാരി. അതിന് മറുപടി മണിക്കൂറുകൾക്കകം മുഖ്യമന്ത്രി മറ്റൊരു തരത്തിൽ കൊടുത്തു, ക്രൈംബ്രാഞ്ചിനെ കൊണ്ടൊരു കേസ് എടുപ്പിച്ചു. പക്ഷെ അവിടെ പ്രശ്നങ്ങൾ അവസാനിക്കുകയല്ല, പുതിയ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. ഈ ക്രൈംബ്രാഞ്ച് കേസെടുക്കുന്നതോടെ രാഹുൽ മാങ്കൂട്ടം ഭയപ്പെട്ടോടും, കോൺഗ്രസിനെ തളർത്തി പാതാളക്കുഴിയിലേക്ക് തള്ളാം എന്നൊക്കെ മുഖ്യമന്ത്രി കരുതിയത് പൂർണ്ണമായും തെറ്റി. ഇന്നലെ മുതൽ കോൺഗ്രസിൻ്റെ ഒരു വർദ്ധിത വീര്യമാണ് കേരളം കാണുന്നത്. അവർ തെരുവുകളിലേക്ക് ഇറങ്ങുന്നു, അവർ ഇന്ന് ക്ലിഫ് ഹൗസിലേക്ക് പ്രകടനങ്ങൾ നടത്തുന്നു, അവരുടെ വാക്കുകൾക്ക് കൂടുതൽ ആത്മവിശ്വാസം കൈവന്നിരിക്കുന്നു. സമൂഹ മാധ്യമ ഇടങ്ങളിൽ പരസ്യമായി സർക്കാരിനെ വെല്ലുവിളിക്കുന്നു. എവിടെ പരാതിക്കാർ എന്ന് പരിധി നടക്കുന്ന പോലീസിനെ പരിഹസിക്കുന്നു. ആ പോലീസിൻ്റെ ഒരു ഗതികേട് ഓർക്കണം, ക്രൈംബ്രാഞ്ചിൻ്റെ. ഇപ്പോൾ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. ആ സ്വമേധയാ കേസെടുക്കുമ്പോൾ പോലീസിന് ഇനി വേണ്ടത് തെളിവുകളാണ്, പരാതിക്കാരിയാണ്. ചില വാർത്താ സൂചനകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇന്ന് പരാതിക്കാരി എന്ന് പോലീസ് സംശയിക്കുന്ന യുവതിയുടെ അടുക്കൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെത്തിയെന്നാണ്. പക്ഷേ യുവതിക്ക് പരാതിയില്ലത്രേ. ഒരു പരാതിക്കാരി പോലും രംഗത്തില്ല, ഒരു തെളിവിൻ്റെ അംശം പോലും ബാക്കിയില്ല. ഇന്നലെ ആദ്യം ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ആക്ഷേപങ്ങൾ ഉയർത്തിയ റിനി ആൻ ജോർജ് കള്ളത്തിലിറങ്ങിയ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടു. അതിൽ സതീശനോടുള്ള തൻ്റെ സൗഹൃദം ഒരിക്കൽ കൂടി ഉറപ്പിച്ചുകൊണ്ടുള്ളൊരു കുറിപ്പാണ്. മറ്റാരെയും വേട്ടയാടരുത്, മറ്റാർക്കും ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞാൽ വി ഡി സതീശന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ താൻ മുഴക്കിയ ആരോപണങ്ങളിൽ പങ്കില്ല എന്ന് നടി റിനി ആൻ ജോർജ് പറയുന്നു. പക്ഷേ സതീശൻ്റെ പ്രശ്നം അവിടെ നിൽക്കട്ടെ, രാഹുലിനെതിരെ പുതിയൊരു ആരോപണവും ഈ നടി ഇപ്പോൾ ഉയർത്തുന്നില്ല. ആദ്യ ആരോപണങ്ങൾക്ക് ശേഷം തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് ഓടിപ്പോയി. പിന്നീട് പുറത്തു വന്ന ശബ്ദരേഖയുടെ ഉടമയില്ല, പരാതിക്കാരില്ല, ഒന്നുമില്ല. ഏറ്റവും ഒടുവിൽ ഇതാ കോൺഗ്രസ് മുൻ MP-യുടെ മകളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, അവരെ പ്രണയിച്ചു വഞ്ചിച്ചു, അവരെ വിവാഹ വാഗ്ദാനം നൽകി അതിൽ നിന്ന് പിന്മാറി എന്നൊക്കെ പറഞ്ഞ്, അതും ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകളാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. ഊരും പേരുമില്ലാതെ ഇതിനൊക്കെ കോൺഗ്രസ് എങ്ങനെ ഉത്തരം പറയും? കാരണം ഏത് MP? നമുക്കൊക്കെ സംശയമുണ്ട്, പൊതുമണ്ഡലത്തിൽ ആ പേര് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ പരസ്യമായി ആ MP പരാതി ഉന്നയിക്കാത്തിടത്തോളം സമയം അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ കഴിയില്ല. പക്ഷെ മറ്റൊരു ഭാഗം വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട കേസ് അല്ല, അത് ഈ ലൈംഗിക ആരോപണത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. രണ്ടും ഒരേപോലെയാണ് കൊണ്ടുവരുന്നത്, ഒരേപോലെയാണ് അന്വേഷണം വരുന്നത്. അപ്പോൾ ക്രൈംബ്രാഞ്ച് ഇപ്പം പറഞ്ഞിരിക്കുന്നത് അവർ സ്വമേധയാണ് കേസെടുത്തത്. അതായത് സോഷ്യൽ മീഡിയ വഴി ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇട്ടതിനും സ്ത്രീകളെ വശീകരിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളും ചാറ്റുകളും ഒക്കെ ചെയ്തതിനുമൊക്കെ ഈ പറഞ്ഞതുപോലെ സ്വമേധയാ കേസെടുക്കാനേ ഇനിയിപ്പോൾ ക്രൈംബ്രാഞ്ചിന് പറ്റൂ. പക്ഷെ അതും എത്രമാത്രം സാധ്യമാകുമെന്നുള്ളത് അറിയില്ല. അവരും ഈ പറഞ്ഞോണം നിയമോപദേശം തേടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് വരുന്ന വാർത്തകൾ. ഏതായാലും രാഹുൽ ചെയ്തതിനെ നമ്മൾ ന്യായീകരിക്കുന്നത്, ചെയ്തത് തെറ്റ് തന്നെയാണ്. വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ട് ഒന്നല്ല, നിരവധി പെൺകുട്ടികൾ നമുക്കറിയില്ല, നമുക്ക് കിട്ടിയ അറിവ് വെച്ച് അത് തെറ്റ് തന്നെയാണ്, തെറ്റിദ്ധരുത്തട്ടെ. അതവിടെ നിൽക്കുമ്പോഴും ഇന്നലെ ഷാഫിക്ക് പാലക്കാടുണ്ടായ അനുഭവം ഒരു പക്ഷേ ഷാഫിയെ മുഖ്യമന്ത്രിക്ക് അത്ര പിടികിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ശൈലജ ടീച്ചറിന് പകരമായിട്ട് കോൺഗ്രസ് ഇട്ട ഒരു വലിയ ഒരു യോദ്ധാവ് തന്നെയായിരുന്നു ഷാഫി വടകരയിൽ. നമുക്കറിയാം നല്ല ഭൂരിപക്ഷത്തോടെ അത് ജയിക്കുകയും ചെയ്തു. ഒരു പക്ഷേ അത് ഷാഫിയുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം കൂടെ അവിടെ വരുന്നുണ്ട്. കാരണം ഷാഫിക്ക് ഒരു മുസ്ലിം എന്നതിനപ്പുറം ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ ഏറ്റവും കൂടുതൽ ഷാഫി, അത് ഒരു പക്ഷേ ഷാഫിയുടെ ഇടപെടലുകളായിരിക്കാം, ഒരു വ്യക്തി എന്നുള്ള രീതിയിലുള്ള ചില കാര്യങ്ങളായിരിക്കാം ഷാഫിക്ക് അത്രമേൽ പാലക്കാട് ഒരു സ്വാധീനം, വടകരയിൽ ഒരു സ്വാധീനം ഉണ്ടായത്. അപ്പം അത്രത്തോളം അത് CPM-ന് ഷാഫി മനസ്സിലായില്ല എന്ന് തോന്നുന്നല്ലേ? ഈ വടകര വല്ലാത്തൊരു ഭൂമികയാണ്. കാരണം ഈ വടകരയുടെ സ്പന്ദനങ്ങൾ രണ്ട് തലത്തിലേക്ക്, ഒന്ന് മലബാറിലേക്കും മറ്റൊന്ന് മധ്യ തിരുവിതാംകൂർ മേഖലയിലേക്കും ഇങ്ങനെ മധ്യ കേരളത്തിലേക്കും വ്യാപിക്കും. അപ്പോൾ ഈ വടകര കാലാകാലങ്ങളായി ഒരു ചുവന്ന മണ്ണ് തന്നെയായിരുന്നു. പിന്നീട് നമ്മൾ TP ചന്ദ്രശേഖരന് നേർക്ക് നടന്ന മൃഗീയ ആക്രമണം, രമയുടെ വളർച്ച, അപ്പോഴും രമയുടെ വളർച്ചയിൽ വടകര മണ്ഡലം സുരക്ഷിതമായി കൈപ്പിടിയിലൊതുക്കാൻ ഒരു പരിധിവരെ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിരുന്നു. പിന്നീട് K മുരളീധരനോട് UDF തിരിച്ചു പിടിച്ചു. K മുരളീധരൻ അവിടെ വിജയക്കൊടി നാട്ടി ഇനി ഒരിക്കലും ഈ മണ്ഡലം വിട്ടുകൊടുക്കില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. പക്ഷേ തുടർന്നുള്ള കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സാക്ഷാൽ ഷാഫിയെ തന്നെ ഇവിടെ അവതരിപ്പിക്കുന്നു. ഈ വടകര മണ്ഡലത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഹിന്ദു മുസ്ലിം വോട്ട് പ്രാതിനിധ്യം നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ടു കൂട്ടർക്കും നല്ല ശക്തിയുള്ളൊരു മേഖലയാണ്. അപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണ വേണം, ഹൈന്ദവ സമുദായത്തിൻ്റെ പിന്തുണ വേണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉറച്ച ഇടത് മനസ്സുള്ളൊരു കോട്ടയായിരുന്നു വടകര.
അവിടെയാണ് ആ ചുവന്ന മണ്ണാണ് പിന്നീട് ത്രിവർണ്ണ കളറിലേക്ക് മാറുന്നത് നമ്മൾ കണ്ടത്. അവിടെ മുസ്ലിം ലീഗിന് പോലും വലിയ സ്വാധീനമുണ്ട്. ഷാഫിയെ രാഷ്ട്രീയമായി തകർക്കുക 2 ലക്ഷ്യങ്ങളിലാണ് ഉന്നമിടുന്നത്. ഒന്ന്, വടകരയിൽ ഒരു ഉന്നത നേതാവിൻ്റെ സ്വാധീനം കുറയ്ക്കുക. മറ്റൊന്ന്, ഷാഫി ഒരു യുവത്വത്തിൻ്റെ പ്രതീകമാണ്. പുതുതലമുറ ചിന്തിക്കുന്നത് നല്ല പ്രസരിപ്പുള്ള, നല്ല കരുത്തുറ്റ ഒരു യുവനേതാക്കളുടെ ഒരു നിര വളർന്നു വരണമെന്നാണ്. അതിൻ്റെ ചലനങ്ങളാണ് നമ്മൾ ഷാഫിയിലൂടെ, രാഹുലിലൂടെ, റോജി എം ജോണിലൂടെ, ശബരിനാഥിലൂടെ, അങ്ങനെ നിരവധി നേതാക്കളോട്, മാത്യു കുഴൽനാടിലൂടെ ഒക്കെ കണ്ടത്. ഇവരിൽ പല നേതാക്കൾക്ക് നേരെയും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. പക്ഷേ രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ശക്തമായി ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചത്. രാഹുലിന് പിന്നാലെ ഷാഫിയെ വീഴ്ത്താമെന്ന പ്രതീക്ഷ ഇടതുപക്ഷ കേന്ദ്രങ്ങൾക്കുണ്ടായിരുന്നു. അത് നമ്മൾ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പരിശോധിക്കുമ്പോൾ അറിയാം. ആദ്യം രാഹുൽ, പിന്നെ ഷാഫി, അതായിരുന്നു അവരുടെ മുദ്രാവാക്യം. പിന്നീട് ഷാഫിയെക്കുറിച്ച് പറഞ്ഞ നെറുകേടുകൾ നിരവധി ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലുണ്ട്. ഷാഫിയും രാഹുലും തമ്മിലുള്ള ബന്ധത്തെ പോലും വളരെ വികൃതമായ തലത്തിൽ അവതരിപ്പിക്കുന്നവരുണ്ട്, സുവർഗം എന്ന് പറഞ്ഞു പോലും. അപ്പോൾ ഷാഫിക്കെതിരെ ഒരു വേട്ടയാടൽ കാലാകാലങ്ങളായി ഇടതുപക്ഷം തുടരുന്നു. വടകരയിൽ തൻ്റെ വിജയം ഉറപ്പിച്ചതോടെ ആ വേട്ടയാടലുകൾക്ക് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇവിടെ തളരാതെ പൊരുതി നിൽക്കുന്ന ഒരു ഷാഫിയാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ ഷാഫിക്ക് നേരെ ഇടതുപക്ഷ ആക്രമണം ശക്തമായപ്പോൾ ഭയപ്പെട്ട് ആ വാഹനത്തിൽ ഓടിയിരുന്നെങ്കിൽ അത് വടകരക്കാരുടെ ഒരു കൾച്ചറല്ല. ഭയപ്പെട്ട് ഓടുന്നത് ഒരിക്കലും വടകരയിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അവർ കുറച്ച് പോരാളികളാണ്. ടി.പി. ചന്ദ്രശേഖരൻ മരിക്കുമ്പോഴും അദ്ദേഹം പോരാളിയായിരുന്നു. മുഖത്ത് 51 വെട്ടുകൾ ഏറ്റ് ഇവരുടെ ഈ പ്രതിയോഗികളുടെ ആക്രമണത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു ചിത്രമോ ഒരു സംഭാഷണമോ നമുക്ക് മുന്നിലില്ല. ഇടതുപക്ഷത്തിന് മുന്നിൽ കരുത്തോടെ, വീറോടെ പൊരുതി നിന്ന ടി.പി. ചന്ദ്രശേഖരൻ്റെ ഓർമ്മകളാണ് അവിടുത്തെ ജനങ്ങളുടെ മനസ്സിലുള്ളത്. സമാനമായ തലത്തിലേക്ക് ഷാഫിയും ഇപ്പോൾ പിണറായിയെ വെല്ലുവിളിച്ച്, ഇടതുപക്ഷത്തെ വെല്ലുവിളിച്ച്, CPM-നെ വെല്ലുവിളിച്ച്, ഭരണത്തെ വെല്ലുവിളിച്ച് നിൽക്കുന്നു. മറ്റ് MP-മാരോടൊന്നും ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിന് ഇത്ര കലിപ്പില്ല. അവരൊക്കെ ഡൽഹിയിലേക്ക് പോകുന്നു, മറ്റൊരു ദേശീയ രാഷ്ട്രീയ പന്ഥാവിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നൊക്കെ കരുതുമ്പോഴും ഷാഫിയെ ഇവർ പ്രാദേശികമായി ഭയക്കുന്നു. അതുകൊണ്ടാണ് ഇന്നലെ ഷാഫിക്ക് നേരെ തിരിഞ്ഞത്. എന്നാൽ ഷാഫിയുടെ കരുത്ത് ഇന്നലെ യൂത്ത് കോൺഗ്രസ്സുകാരെ വീണ്ടും ഉണർത്തി. ഇന്നലെ രാത്രി മുതൽ നമ്മൾ അവരുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ വീണ്ടും കരുത്തുറ്റ ഒരു യൂത്ത് കോൺഗ്രസ് നിരയെ അവിടെ കാണാം. ഇത് രാഹുലിന് വേണ്ടി PR വർക്ക് ചെയ്യുന്നവരോ രാഹുൽ പണം മുടക്കി കളത്തിലിറങ്ങിയവരോ ആണ് എന്ന് നമുക്ക് കരുതാൻ വയ്യ. കാരണം അവരുടെ സംഭാഷണങ്ങൾക്ക് കൂടുതൽ തീവ്രത വന്നിരിക്കുന്നു. എവിടെ പരാതിക്കാരി? നിങ്ങൾ ആരുടെ പേരിൽ ഏത് പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്? ക്രൈംബ്രാഞ്ചിന് നേർക്ക് എപ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അവർ നിർബന്ധിതരാകും. ഇന്നല്ലെങ്കിൽ നാളെ ഇത്തരമൊരു കേസ് രാഹുലിനെതിരെ എടുത്തതിൻ്റെ വിശദാംശങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ആഭ്യന്തരമന്ത്രിക്ക്, മുഖ്യമന്ത്രിക്കുണ്ട്. മറുവശത്ത് ഇതിനേക്കാൾ ഭയാനകമായ ചില അവസ്ഥകൾ കൂടി തരണം ചെയ്യേണ്ടി വരും CPM. ഇപ്പോൾ ആക്ഷേപം ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽപ്പെട്ട് ഉഴലുന്ന FIR രജിസ്റ്റർ ചെയ്ത എത്രയെത്ര CPM MLA-മാരുണ്ട്, മുൻ മന്ത്രിമാരുണ്ട്. ഇവർക്കെതിരെ വീണ്ടും കോടതിയെ സമീപിക്കാനും ഇവർക്കെതിരെയുള്ള കേസുകൾ സജീവമായി നിലനിർത്താനും ഇനി UDF-ന് കഴിയും. ഭരണത്തിലേക്ക് എത്താൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വഴിയുണ്ട്. അതിന് 10 മാസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ കോൺഗ്രസ്സിന്, UDF-ന് അധികാരം കയ്യിൽ കിട്ടിയാൽ അവർക്ക് ഈ നാണയത്തിലല്ല, ഇതിൻ്റെ ഇരട്ടി നാണയത്തിൽ തിരിച്ചടിക്കാൻ കഴിയും. അപ്പോൾ പിണറായി ഇപ്പോൾ നടത്തുന്നത് ഒരു തീക്കളിയാണ്. ആ തീക്കളിയെ തങ്ങൾ ഭയക്കുന്നില്ല എന്ന് ഷാഫി തൻ്റെ ശരീരഭാഷയിലൂടെ കേരളത്തെ ബോധ്യപ്പെടുത്തുന്നു. സതീശൻ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വളർന്നു വരുന്നു. അതിന് രാഷ്ട്രീയ കാരണങ്ങൾ കൂടിയുണ്ട്. സതീശൻ്റെ മുഖ്യമന്ത്രി കസേര നോട്ടമിട്ട് മറ്റ് പലരും ഭൈമി കാമുകന്മാരും വട്ടമിട്ട് കറങ്ങുന്നുണ്ട്. അത് കണ്ടുകൂടിയാണ് സതീശൻ്റെ ഈ ശക്തമായ ആക്രമണം. ഇതാണ് എൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം. ഏതായാലും രാഹുൽ ഒരു ചിലന്തി വലയ്ക്കകത്ത് ഒരു ചിലന്തി വലയൊക്കെ ഭേദിക്കുമോ? അതാണ് ഞാൻ ചോദിക്കാൻ. ചിലന്തി വലയ്ക്ക് വലിയ ശക്തി ഇപ്പോൾ കാണുന്നില്ല. കാരണം ആക്ഷേപങ്ങൾക്കപ്പുറത്ത് ഇതൊന്നും ഒരു പരാതിയായി മാറിയിട്ടില്ല. പക്ഷെ ഇത്രത്തോളം വിവാദമായ മറ്റൊരു കേസ് ഒരുപക്ഷെ നമുക്ക് ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല. നമുക്ക് ആ ഒരു ആരവം, മുൻപ് സോളാർ നായിക ഉയർത്തിവിട്ട ആരവം ഇതിനേക്കാൾ ഭയാനകമായിരുന്നു. അന്ന് എന്തായിരുന്നു? ഇവിടെ വ്യവസായത്തിനിറങ്ങിയ ഒരു യുവതിയെ ഒരു കൂട്ടം രാഷ്ട്രീയക്കാർ പിച്ചി ചീന്തി അവരുടെ മാനത്തിന് വില പറഞ്ഞ് പരസ്യമായി മന്ത്രിമാർ ഒരുമിച്ച് ആഘോഷിച്ച് എത്രയെത്ര മലീമസ കഥകൾ. ക്ലിഫ് ഹൗസിൽ ഒരു മുഖ്യമന്ത്രി, പിന്നീട് സെക്രട്ടേറിയറ്റിൻ്റെ ഔദ്യോഗിക ഓഫീസിലൊരു മുഖ്യമന്ത്രി, ഇത്തരം നെറുകെട്ട വാർത്തകളെന്ന് പടർന്നപ്പോൾ
ഇതിനേക്കാളൊക്കെ ഭയപ്പെട്ടിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നേരെ നടന്ന ആക്രമണവുമായി ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ കഴിയില്ല. കാരണം ഇവിടെ രാഹുലിൻ്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചു എന്നത് ശരി തന്നെയാണ്. ഇവിടെ കോൺഗ്രസ് ഹാൻഡിലുകളിലൊന്നും രാഹുലിനെ പൂർണ്ണമായി ന്യായീകരിക്കുന്നില്ല. ഒരു ഫ്ലർട്ടിംഗ് ചാറ്റുകൾ രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന്, ഏറ്റവും അശ്ലീല എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഒരു ഫ്ലർട്ടിംഗ് ക്യാരക്ടർ ആണ് താൻ എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ തന്നെയാണ് ചാറ്റുകൾ മാത്രമല്ലല്ലോ, ആ ഒരു വോയിസ് ക്ലിപ്പാണല്ലോ ഏറ്റവും അധികം. അല്ല, വോയിസ് ക്ലിപ്പിനെ നമുക്ക് അത്ര കണ്ട് ഇപ്പോഴും വലിച്ചു കയറാൻ കഴിയില്ല. കാരണം അത് രണ്ട് വ്യക്തികൾക്കിടയിലെ ഒരു സ്വകാര്യ സംഭാഷണമാണ്. ആ സ്വകാര്യ സംഭാഷണത്തിന് അടിസ്ഥാനമായ സംഭവം എന്താണ്? ഇപ്പോൾ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ഇല്ലാത്ത വിഷയങ്ങളുടെ പേരിൽ എത്രയോ വട്ടം വഴക്കൂടും. ചിലപ്പോൾ ഞാൻ ഒരിക്കലും ആ യുവതിയെ തള്ളി പറയുന്നതല്ല. രണ്ടുപേർ പ്രണയിക്കുന്നു, ആ പ്രണയത്തിനിടയ്ക്ക് ഏതെങ്കിലും തലത്തിലൊരു സെക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്ത്രീകൾ തമാശയ്ക്ക് എന്നതുപോലെ എനിക്ക് ഒരു പ്രഗ്നൻസിയുടെ ലക്ഷണം കാണുന്നു എന്നൊക്കെ പറഞ്ഞ് കാമുകനെ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. സുഹൃത്തുക്കൾ വഴിയും അല്ലാതെ മറ്റു കഥകളിലൂടെയൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ അത്തരം ഒരു സംഭാഷണ ശകലം ഏതെങ്കിലും അടർത്തിയെടുത്തതാണോ? എന്തായാലും ഇതൊരു സ്വകാര്യ സംഭാഷണമാണ്. ആ യുവതിക്ക് പൊതുമണ്ഡലത്തിൽ അവതരിപ്പിക്കാൻ പരാതികൾ ഇല്ലാത്തിടത്തോളം കാലം, ഔദ്യോഗിക നിയമ സംവിധാനത്തിന് മുന്നിൽ, പോലീസിന് മുന്നിൽ ഒരു പരാതി ഇല്ലാത്തിടത്തോളം കാലം അവർക്കിടയിലെ സ്വകാര്യതയാണ്. ആ സ്വകാര്യത ഗർഭചിത്രത്തിൻ്റെ തലത്തിൽ ഇന്നലെ ഒരു മുഖ്യമന്ത്രിയാണ് വെല്ലുവിളിക്കുന്നത്. ഗർഭചിത്രത്തിനൊരു പ്രേരിപ്പിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ്, ഒരു യുവതിയെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവ്, കൊല്ലാൻ ഒരു നിമിഷം മതി എന്ന് രാഹുൽ പറയുന്നത് ഏത് കോൺടെസ്റ്റിലാണ് എന്ന് നമുക്ക് ആ ശബ്ദരേഖ കേൾക്കുമ്പോൾ അറിയാം. അത് കൊല്ലാനുള്ള ഉദ്ദേശമായിരുന്നില്ല. ആ സംഭാഷണത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടായൊരു അല്ല, അത് ഞാൻ എന്നെ കൊല്ലാനാണോ, വിഷം കലർത്തി കൊല്ലാനാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കതിൻ്റെ ആവശ്യമുണ്ടോ, കൊല്ലാൻ എനിക്ക് ഒരു നിമിഷം മതിയല്ലോ എന്ന് മതിയല്ലോ എന്ന്. അതൊരു പുരുഷൻ എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ട് പുരുഷൻ അങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ അതിൽ ആ സംഭാഷണത്തിനിടയിൽ രണ്ട് പുരുഷനും സ്ത്രീക്കും ആ സംഭാഷണത്തിന് തുല്യ ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു സംഭാഷണം ഇടയ്ക്ക് കൊലപാതകക്കാര്യം പറയുന്നതിനും തൊട്ട് പിന്നാലെ അബ്രപ്റ്റായിട്ട് കട്ടാവുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ടോക്കുകളൊന്നും നമുക്ക് കേൾക്കാൻ കഴിയില്ല. ഒരു പക്ഷേ ഇത്തരം രൂക്ഷമായ വഴക്ക് ഒരു കമിതാക്കൾക്കിടയിൽ സംഭവിച്ചാൽ അതിന് പിന്നാലെ ചില സൂത്തിങ് വാക്കുകൾ വന്നേക്കാം. ഞാൻ നേരത്തെ എൻ്റെ അമിത ആവേശത്തിൽ പറഞ്ഞതാ, നേരത്തെ ഒരു ആത്മസംഘർഷത്തിൽ പറഞ്ഞതാ, പോട്ടെ. അതല്ല എങ്കിൽ ഇരുവർക്കുമിടയിൽ വലിയൊരു ബന്ധമുണ്ടെങ്കിൽ പിന്നീട് വളരെ പ്രണയഭാഷണങ്ങളിലേക്ക് ഒരു പക്ഷേ കടന്നിരിക്കുക. അതൊന്നും നമുക്ക് ഇല്ല. അപ്പോൾ രണ്ടുപേർ തമ്മിലുള്ള ഒരു സ്വകാര്യ ഒരു സംഭാഷണ ശകലം വെച്ച് ഒരു ക്രിമിനൽ കേസിലേക്ക് പോലീസ്, ക്രൈംബ്രാഞ്ച് കടക്കുക, പരാതിക്കാരുണ്ടോ എന്ന് കേരളം മുഴുവൻ ഭൂതക്കണ്ണാടി വെച്ച് നോക്കുന്നു, പരാതിക്കാർക്ക് വേണ്ടി ഒരു പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ച് പരുതൽ അന്വേഷണം നടത്തുന്നു, ഒരു ക്രൈംബ്രാഞ്ചിനെ ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വാസ്തവത്തിൽ നെറുകേട് തന്നെയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഇപ്പോൾ കട്ടയ്ക്ക് പ്രതികരിച്ച് രാഹുൽ മാങ്കൂട്ടം വിഷയം അവസാനിച്ചതാണ്, ഇനി അത് കുത്തിപ്പൊക്കിയാൽ നാറുന്നത് നിങ്ങളായിരിക്കുമെന്ന് സതീശൻ ഓർമ്മ. ഇതിപ്പം മുരളീധരൻ പറയുന്നത് എന്തായാലും ഒരു പെണ്ണു കേസല്ല, വരാനുള്ളത് വലിയൊരു അഴിമതി ആരോപണം തന്നെയാണ് എന്നുള്ളത് പറയുമ്പോൾ ഞെട്ടാനിരിക്കുന്ന വലിയൊരു ബോംബ് തന്നെയായിരിക്കത്തില്ലേ? അല്ല, അതിൻ്റെ ചില GSTയുമായി ബന്ധപ്പെട്ട ചില അഴിമതികളുടെ സൂചനകൾ സതീശൻ കഴിഞ്ഞ ദിവസം തന്നു കഴിഞ്ഞു. നമുക്കറിയില്ല. എന്തായാലും സ്ഥിരം ഞെട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും ഞെട്ടേണ്ടി വരും എന്ന് തന്നെ നമുക്ക് കരുതാം. സർക്കാരിനെതിരെ സതീശൻ വെറും വാക്ക് പറയില്ല എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്, എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഇന്നും പറയുന്നുണ്ട്, നിങ്ങൾ കാത്തിരുന്നു, നിങ്ങൾക്കുള്ള മറുപടി ഉടൻ ഉണ്ട് എന്ന്. മറുപടിക്കായി കാത്തിരിപ്പ് തുടരുകയാണ് 2 ദിവസമായി സതീശൻ പറഞ്ഞിട്ട്. സർ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസ് ചെയ്യേണ്ടതെല്ലാം ചെയ്തു. ഒരു പക്ഷേ മറ്റൊരു പാർട്ടിയും ചെയ്യാത്തതെല്ലാം കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്, കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് ചെയ്യാവുന്ന അതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അവർ അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നേരെ പോയിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ സൈഡിലേക്കാണ്. അപ്പം ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. ഇനി തെളിയിക്കേണ്ടുന്നതും ഉണ്ട് എന്നുള്ളതും ഇല്ല എന്നുള്ളതും തെളിയിക്കേണ്ടത് അവരുടെ ഡ്യൂട്ടിയല്ലേ? അതെ, വഴിയെ പോയ ഗർഭം പിടിച്ചെടുത്ത ഒരു അങ്കലാപ്പിലാണ് മുഖ്യമന്ത്രി. ഇന്നലെ വെല്ലുവിളിച്ച് എവിടെയോ കിടന്ന ഒരു ഗർഭം ഇപ്പോൾ മുഖ്യമന്ത്രി എടുത്ത് തലയിൽ വെച്ച് ഈ ഗർഭത്തിൻ്റെ ഉത്തരവാദി ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇനി ഈ ഗർഭം കൊണ്ട് ക്രൈംബ്രാഞ്ച് കേരളം മുഴുവൻ നടക്കുകയാണ്. ഇനിയിപ്പോൾ ഈ പെൺകുട്ടികളുടെ ഒക്കെ വീടുകളിൽ ക്രൈംബ്രാഞ്ച്. അതെ, അപ്പം ഇനി കോൺഗ്രസിനല്ല, ഇനി കോൺഗ്രസിന് പറയാം, നിങ്ങളുടെ പോലീസ്, നിങ്ങളുടെ ക്രൈംബ്രാഞ്ച് എടുത്തിരിക്കുന്ന കേസല്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ, നിങ്ങൾ പറ, രാഹുൽ മാങ്കൂട്ടം ചെയ്ത തെറ്റെന്ത്? രാഹുൽ എത്ര പേരെ പീഡിപ്പിച്ചു? എത്ര പെൺകുട്ടികൾക്ക് രാഹുൽ ഗർഭമുണ്ടാക്കി? എത്ര പെൺകുട്ടികളുടെ ഗർഭഛിദ്രം നടത്തി?
ഇക്കാര്യങ്ങളിൽ ഇനി കോൺഗ്രസിന് കൈ കഴുകാൻ, കാരണം കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വം തീർന്നു. അവർ രാഹുലിനെ കുറിച്ച് അന്തരീക്ഷത്തിൽ ഉയർന്ന ഒരു ആരോപണത്തിൻ്റെ പിന്നാലെ ധാർമ്മികതയുടെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നു. തുടർന്ന് കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു. ഞങ്ങൾ ശക്തമായ നിലപാടെടുത്തു, നടപടിയെടുത്തു. കേരളത്തിലെ മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് ഇത്തരത്തിലൊരു ധാർമ്മികത അവകാശപ്പെടാൻ എന്ന് ചോദിച്ച സതീശനും ചെന്നിത്തലയും ഒക്കെ നിൽക്കുന്നു ഒരു വശത്ത്. മറുവശത്ത് വഴിയെ പോയ ഗർഭം പിടിച്ചെടുത്ത് ക്രൈംബ്രാഞ്ചിൻ്റെ തലയിൽ കൊടുത്ത പിണറായിക്ക് ഇപ്പോൾ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണോ അല്ലയോ ഇന്ന് നമുക്കിനി ചോദിക്കാനൊരു സംവിധാനം, ഒരു നിയമ സംവിധാനം മുന്നിലുണ്ട്. അത് ക്രൈംബ്രാഞ്ചാണ്. അവരോട് ചോദിക്കാം, രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അന്വേഷണം എന്തായി? പരാതിക്കാരിയുണ്ടോ? പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഈ ക്രിമിനൽ കേസ് നിലനിൽക്കുമോ? അങ്ങനെയെങ്കിൽ ക്രൈംബ്രാഞ്ച് പറയുകയാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ തെറ്റുകാരനാണ്, അത് കോടതിക്ക് കൂടി ബോധ്യപ്പെടട്ടെ. മാത്രമല്ല ഇതിൽ പെട്ടുപോകുന്നത് ഇതൊക്കെ പുറത്തുവിട്ട ചില മാധ്യമങ്ങൾ. ഇത് എവിടെ എന്നൊരു സോഴ്സ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ഇവിടെ മാധ്യമങ്ങൾക്ക് കാലാകാലങ്ങളായി ചില പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷെ എന്നാലും ഈ സോഴ്സ്, കാരണം ഒരു മാധ്യമത്തിലേക്ക് പുറത്തുവിടുമ്പോൾ ഇത് ആരാണ് എന്നുള്ളൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവിടെയും ചെല്ലും. ക്രൈംബ്രാഞ്ചിന് ഗർഭചിത്രത്തിൽ വലിയ തെളിവുകൾ ഇല്ലെങ്കിൽ ഇത് പുറത്തുവിട്ട മാധ്യമം വിട്ടില്ലാവും. കാരണം സാധാരണ ജനങ്ങളുടെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുക. അപ്പം ഇത് എവിടെ എന്നുള്ളൊരു സോഴ്സിന്റെ അന്വേഷണം എന്തായാലും ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചെങ്കിലേ പറ്റൂ. മാത്രമല്ല വാലും തലയുമൊന്നും ഇല്ലാത്ത ചില ചാറ്റിങ്, ആരുടെ പേരാണോ ഒന്നും ഊരും പേരും ഇല്ലാത്ത ചാറ്റിങ്, ഇതെല്ലാം പുറത്തുവിട്ട ചില മാധ്യമങ്ങളാണ്. ഇവരിലേക്ക് അന്വേഷണം, ഇത് വ്യാജമാണ് എന്നുള്ളൊരു രീതിയിൽ കോൺഗ്രസ് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു അന്വേഷണം പോകും. ആരെങ്കിലും ഒരാൾ പരാതി കൊടുത്താൽ മതി. രണ്ടാമത് റിനിയുടെ ഭാഗത്തേക്ക് എന്താണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പറയേണ്ടി വരും. കാരണം ഒരു പൊതുമാധ്യമത്തിൻ്റെ മുന്നിലേക്കാണ് റിനി രാഹുലിനെ വലിച്ചഴിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അതെന്താണെന്ന്, ഒരു പക്ഷേ റിനിയുടെ കേസ് മാത്രമായിരിക്കും നിലനിൽക്കുന്നത്. മറ്റേ ഇടയ്ക്കുള്ള റിനിയുടെ ഒരു ക്രിമിനൽ കേസിനുള്ള ഒരു പശ്ചാത്തലമൊന്നുമില്ല. ഒരു ഫ്ലർട്ടിംഗ് നേച്ചറുള്ള ഒരു മെസ്സേജ് അയക്കൽ മാത്രമാണ്. അതിൻ്റെ അത് വലിയ കഥ. പക്ഷേ ഈ ഒരു വോയിസ് ക്ലിപ്പിലുള്ള പെൺകുട്ടി അല്ലെങ്കിൽ മറ്റുള്ള പെൺകുട്ടികൾ രംഗത്തേക്ക് എത്തുവാണെങ്കിൽ മാത്രമേ ഒരു പക്ഷേ ക്രൈംബ്രാഞ്ച് ഈ ഒരു സത്യം കണ്ടെത്താനോ, അല്ലെങ്കിൽ ഒരു പക്ഷേ ക്രൈംബ്രാഞ്ചും വെട്ടിലായി എന്ന് തന്നെ പറയാല്ലേ. അതിനുള്ള സാധ്യത ഇപ്പോൾ പെൺകുട്ടികൾ പരാതിയുമായി എത്താനുള്ള സാധ്യത വിദൂരമാണ്. അത്തരം എന്തെങ്കിലും പരാതികൾ വ്യാജ തിരിച്ചറിയൽ കാർഡിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഒരിക്കൽ ചോദിച്ചു, നിങ്ങളുടെ സർക്കാരിന്റെ പോലീസാണ് അന്വേഷിച്ചത്, എവിടെ തെളിവ്? അല്ല, ഇനി രാഹുലിനും പറയാൻ മറുപടിയുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഒരു കേസിൽ ഞാൻ എന്തിനാണ് വിശദീകരണം നൽകുന്നത്? അവർ അന്വേഷിക്കട്ടെ, അവർ കണ്ടുപിടിക്കട്ടെ. അപ്പോൾ പൂർണ്ണമായും കോർട്ട് ആ ഗർഭം മുഖ്യമന്ത്രി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കാം. ഇനി മുഖ്യമന്ത്രിയും ക്രൈംബ്രാഞ്ചും ഒക്കെ ഈ കേസ് തെളിയിക്കട്ടെ. പറഞ്ഞതുപോലെ വഴിക്ക് പോയ ഗർഭത്തെ എടുത്ത് തലയിൽ വെച്ചു മുഖ്യമന്ത്രി. അത് വേണ്ടായിരുന്നു. ഒരുപക്ഷെ അങ്ങനെ എടുത്തു വെച്ചത് ഇപ്പോൾ സർക്കാർ തന്നെ പ്രതിക്കൂട്ടിലാകുന്ന തരത്തിലേക്ക് പോവുകയാണ്. ഏതായാലും ഗർഭം എന്തായാലും ഇതൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറത്തു വരട്ടെ. നീതി കിട്ടേണ്ടുന്നവർക്ക് കിട്ടട്ടെ. ഒപ്പം തന്നെ ഒരു ആൾ ചെയ്തതിന് എൻ്റെ ഭാഗമായിട്ട് ഒരു പറ്റം കോൺഗ്രസ് നേതാക്കളെ ആക്രമിക്കേണ്ടെന്ന കാര്യമില്ല എന്നുള്ളത് കൂടി ഈ സമയം നമുക്ക് ഓർക്കാം, അല്ലേ? തീർച്ചയായിട്ടും. വളരെ നന്ദി.